ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. കാരമൽ കസ്റ്റാർഡ് പുഡിങ്. ഇതിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. മെയിനായിട്ടുള്ളത് കസ്റ്റാർഡും പാലുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാരമലൈസ് ചെയ്യാം. കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷുഗറും അതൊരു ഹാഫ് കപ്പ് ഷുഗറും ഹാഫ് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ചൂടാക്കി നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ബബിൾസ് ഒന്ന് ജസ്റ്റ് ഒരു യെല്ലോ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ മീഡിയമോ ലോയിലോട്ടോ ആക്കിയ ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കണം. എന്നിട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ചൂടാവും. അപ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് കാരമലൈസ്ഡ് ആവും. അങ്ങനെ കാരമൽ ഉണ്ടാക്കിയ ശേഷം നമുക്ക് അതിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഇതിൻ്റെ അടി ലെയറായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ലെയറായിട്ട് ഇത് ഒഴിച്ചു വയ്ക്കണം. അതിനുശേഷം നമുക്ക് കസ്റ്റാർഡ് പ്രിപ്പയർ ചെയ്യാം. കസ്റ്റാർഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ഒരു കവർ പാലാണ്. പാലും ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ കാരമൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പം കുറച്ച് ഷുഗർ പിന്നെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് തീയിൽ വയ്ക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ലംസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നല്ല പോലെ മിക്സ് ആയ ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കണം. അടുപ്പിലോട്ട് വെച്ച ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ ലംസ് ഫോം ചെയ്യരുത്, ഒരു കട്ടയും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിനെ നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച് വെച്ചിരുന്നില്ലേ ആ ബൗളിലോട്ട് നമുക്കിതിനെ ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് മറഞ്ഞും അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇതിൽ നമുക്ക് ഓവനോ ഒന്നും വേണ്ട, നന്നായിട്ട് ഈസി ആയിട്ട് പുഡിങ് ഉണ്ടാക്കാം. ഞാൻ ഏകദേശം 1 അവർ വെച്ച ശേഷം എടുത്തതാണ്. അപ്പോൾ എന്താ നല്ല ബ്ലൂ ഇരിക്കുന്നുണ്ട്, നന്നായിട്ട് ഭംഗിയുണ്ട് കാണാൻ. മാത്രമല്ല നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. സമയം നമ്മൾ ഈ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിൻ്റെ ഒരു സമയമേ എടുക്കത്തുള്ളൂ, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുക, കമൻ്റായിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലെയുള്ള വളരെ ഈസി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും തന്നെ വരുന്നതായിരിക്കും. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം, ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.